ഹലോ എവ്രി വൺ, ഡേ 6 ഓഫ് ക്രിസ്മസ് സീരീസിൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടൈപ്പ് ബെൽ ഓർണമെൻ്റ് ആണ്. എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് മാജിക് റിംഗ് ആണ്. മാജിക് റിങ്ങിലോട്ട് 6 സിംഗിൾ ക്രോഷേ ആഡ് ചെയ്ത് കൊടുക്കാം. 6 സിംഗിൾ ക്രോഷേ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ദെൻ ഒരു ചെയിൻ വണ്ണും കൂടി ചെയ്ത് കൊടുക്കാം. സോ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻക്രീസിങ് ആണ്. അതായത് ഓരോ സ്റ്റിച്ചസിലും 2 സിംഗിൾ ക്രോഷേ വീതം ചെയ്ത് കൊടുക്കാം. അങ്ങനെ ടോട്ടൽ 12 സ്റ്റിച്ചസ് നമുക്ക് കിട്ടും. ഫസ്റ്റിൽ ഇതാ 2 ഇട്ട് കൊടുക്കാം. ഒരു സ്റ്റിച്ചിൽ തന്നെ 2 സിംഗിൾ ക്രോഷേ വീതം. അങ്ങനെ 6 ടൈംസ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ 12 സ്റ്റിച്ചസ് കിട്ടും. ദെൻ അതിനുശേഷം നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ദെൻ ചെയിൻ വണ്ണും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റത്തെ റൗണ്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷേ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 6 തവണ ചെയ്യാം. ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ, രണ്ടാമത്തെ സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷേ എന്നുള്ള രീതിയിൽ 6 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോട്ടലി 18 സ്റ്റിച്ചസ് ആയിരിക്കും വരിക. ദെൻ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ചെയിൻ വൺ ആഡ് ചെയ്ത് കൊടുക്കാം. എഗെയിൻ നമ്മൾ അടുത്ത റൗണ്ട് ചെയ്യാൻ പോകുന്നത് സിംഗിൾ ക്രോഷേ ആണ്. നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള 18 സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം ടോട്ടൽ 18 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ചെയിൻ വണ്ണും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. സോ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇതേ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുകയാണ്. 5 റൗണ്ടും കൂടി സെയിം 18 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ചെയിൻ വണ്ണ് ഇട്ട് കൊടുക്കാം. അങ്ങനെ 5 റൗണ്ടും കൂടി ചെയ്യാം. അപ്പോൾ നമ്മുടെ ആ ഒരു ബെല്ലിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഇൻക്രീസ് ആണ് ചെയ്യാൻ പോണത്. അതായത് ഓരോ സ്റ്റിച്ചിലും 2 വീതം ചെയ്യാം. നമുക്ക് 18 സ്റ്റിച്ചസ് ഉണ്ട്. അപ്പോൾ 18 സ്റ്റിച്ചസിലും 2 വീതം സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ചെയിൻ വണ്ണും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. സോ നമ്മൾ എല്ലാത്തിലും 2 സിംഗിൾ ക്രോഷേ വീതം ചെയ്ത് കഴിഞ്ഞു. സോ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലാസ്റ്റ് റൗണ്ടിലേക്ക് കിടക്കുകയാണ്. എഗെയിൻ നമ്മൾ ചെയ്തിട്ടുള്ള ഓരോ സ്റ്റിച്ചസിലും 2 സിംഗിൾ ക്രോഷേ വീതം ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് മുമ്പത്തെ സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം. ഈ ഒരു സ്റ്റെപ്പ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ ബെല്ലിൻ്റെ ഷേപ്പിലേക്ക് വരും. കുറച്ചും കൂടി ഒരു രസത്തിന് ആ ഒരു ഷേപ്പിലേക്ക് വരണമെങ്കിൽ, ഞാൻ ഉണ്ടാക്കിയ ആ ഒരു ഷേപ്പിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു സ്റ്റെപ്പും കൂടി ചെയ്യാം. അതായത് എഗെയിൻ നമ്മൾ ചെയ്തിട്ടുള്ള ഓരോ സ്റ്റിച്ചസിലും 2 വീതം സിംഗിൾ ക്രോഷേ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫൈനൽ ഇമേജ്, ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പിലായിരിക്കും വരിക. ഇതിൻ്റെ ബെല്ലിൻ്റെ ഒരു ടൈപ്പിലാണ് വരിക. അല്ല, നമുക്ക് നോർമൽ ഒരു ബെല്ലാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഇതിന് മുമ്പത്തെ റൗണ്ടിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിന് മുമ്പ് ചെയ്ത റൗണ്ടിൽ നമുക്ക്
കളർ ചേഞ്ച് കൊണ്ടുവരാം, ഈ ഒരു റൗണ്ടിൽ വേണമെങ്കിൽ കളർ ചേഞ്ച് കൊണ്ടുവരാം, നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് കളർ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും കേട്ടോ. കണ്ടില്ലേ, ഇങ്ങനെ ഒരു ഷേപ്പിലായിരിക്കും നമ്മുടെ ബെല്ല് കിട്ടുക ഈ ഒരു ടൈപ്പിൽ ചെയ്യുന്ന സമയത്ത്. അല്ലാതെ നമ്മൾ അതിന് മുമ്പത്തെ ലാസ്റ്റ് സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് ബെല്ല് കിട്ടും. നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മാജിക് റിങ് ചെയ്തതിൻ്റെ ശേഷമുള്ള അവിടെ ഒരു എക്സ്ട്രാ യാണ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ യാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് നമ്മൾ കെട്ടി വെക്കണം. അപ്പോൾ കെട്ടി വെക്കുന്ന സമയത്ത് നമുക്കതൊരു ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കാം, അത് ഇതിൽ നിന്ന് സ്റ്റിച്ചിൽ നിന്ന് വിട്ട് പോകുകയില്ല. ദെൻ എക്സ്ട്രാ ഉള്ള യാൻസ് കട്ട് ചെയ്ത് നീഡിൽ ഉപയോഗിച്ച് നമുക്ക് ഹൈഡ് ചെയ്യാം. ഹൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള എന്നാൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബെൽ ഓർണമെൻറ്റ് കിട്ടും. ഇതിൻ്റെ തന്നെ വേറൊരു കളറാണ് ഈ റെഡ് കളറ്. ഇത് ഞാൻ ചെറിയൊരു സൈസ്, അതായത് 3mm ഹുക്ക് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്.